Hi children, welcome to Arithmetic Sequences Part 3. Arithmetic Sequences എന്ന യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സീക്വൻസസ് എന്താണെന്ന് പഠിച്ചു. പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് എഴുതുന്ന നമ്പർ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ സീക്വൻസ് എന്ന് പറയും. അതിൻ്റെ ടേം ആൻഡ് പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. ആ ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ടേം ആൻഡ് പൊസിഷൻ ഇതിന് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ടേം ആൻഡ് പൊസിഷൻ ഒന്ന് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ ഡിഫറൻസ് 10. ടേം ആൻഡ് പൊസിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം 1, ഇനി കോമൺ ഡിഫറൻസ് 10 ആഡ് ചെയ്യുമ്പോൾ 1 + 10 11. സെക്കൻഡ് ടേം കിട്ടി. 11 + 10 21. തേർഡ് ടേം 21 + 10 31. ഫോർത്ത് ടേം കിട്ടി. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 1 11 21 31 41 എക്സെട്ര എന്നത് ടേംസ് ആണ്. പൊസിഷൻ, അതിൻ്റെ പൊസിഷനാണ് നമ്മളതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. 1 എന്നത് ഫസ്റ്റ് പൊസിഷൻ, 11 സെക്കൻഡ് ടേം അതായത് സെക്കൻഡ് പൊസിഷൻ, 21 ഈസ് തേർഡ് ടേം ദാറ്റ് ഈസ് പൊസിഷൻ 3. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം നമുക്കൊന്നുകൂടെ. ഫസ്റ്റ് ടേം 1 ആണ്. 1ൻ്റെ കൂടെ ഫസ്റ്റ് ടേം പ്ലസ് നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 2 കോമൺ ഡിഫറൻസ് 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 20 21 അതായത് തേർഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 2 കോമൺ ഡിഫറൻസ് വി ഗെറ്റ് തേർഡ് ടേം. ഇനി അഗെയിൻ ഫസ്റ്റ് ടേം പ്ലസ് 3 കോമൺ ഡിഫറൻസ് 30. 1 + 30 31 അതായത് ഫോർത്ത് ടേം കിട്ടി. അഗെയിൻ ഫസ്റ്റ് ടേം 1 + 4 കോമൺ ഡിഫറൻസ് 40. 1 + 40 41 വി ഗെറ്റ് ഫിഫ്ത്ത് ടേം. ഫസ്റ്റ് ടേം പ്ലസ് 4 കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം. Again first term plus 5 common difference 50. 1 + 50 we get 51. First term plus 5 common difference we get sixth term. First term plus 1 2 3 4 5 6 common difference 60. So 1 + 60 61. That means we get seventh term. First term plus 6 common difference equal to seventh term. ഓക്കെ, താഴെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് 10 സെക്കൻഡ് ടേം വി ഗെറ്റ് 11. ഫസ്റ്റ് ടേം പ്ലസ് 5 കോമൺ ഡിഫറൻസ് വി ഗെറ്റ് സിക്സ്ത് ടേം ദാറ്റ് ഈസ് 51. നെക്സ്റ്റ് വൺ. ഇനി സെക്കൻഡ് ടേം ഈസ് 11. ഇനി ആഡ് 2 കോമൺ ഡിഫറൻസ് 20. 11 + 20 വി ഗെറ്റ് 31. വി ഗെറ്റ് ഫോർത്ത് ടേം. അഗെയിൻ സെക്കൻഡ് ടേം പ്ലസ് 3 കോമൺ ഡിഫറൻസ്. Second term plus 3 common difference 30. 11 + 30 we get 41. That is fifth term. Ini second term plus 4 common difference 1 2 3 4 common difference 40. 11 + 40 we get 51. അത് സിക്സ്ത് ടേം ആണ്. സെക്കൻഡ് ടേം പ്ലസ് 4 കോമൺ ഡിഫറൻസ് വി ഗെറ്റ് സെക്കൻഡ് പ്ലസ് 4 കോമൺ ഡിഫറൻസ് സിക്സ്ത് ടേം. അപ്പോൾ ഇനി തേർഡ് ടേം. Third term 21. 21 + 2 common difference. 2 common difference. 21 + 20 41. We get fifth term. Again third term 21 plus 3 common difference 30. 21 + 30 51. Sixth term. Third term plus 3 common difference we get sixth term. Third term plus 4 common difference 21 + 40 we get 61. That is seventh term. നോക്കാം അവിടെ എഴുതിയിരിക്കുന്നത്. Third term plus 4 common difference we get seventh term. Seventh term plus 5 common difference we get 12th term. Seventh term plus 5. 7 + 5 12. 12th term we get. And what is the number? Seventh term is 61 plus 5 common difference 50. 61 + 50 we get 111. ഇപ്പോൾ നമുക്ക് ടേം ആൻഡ് പൊസിഷൻ റിലേഷൻ മനസ്സിലായിട്ടുണ്ടാവും. തേർഡ് ടേം 3 + 4 കോമൺ ഡിഫറൻസ് 3 + 4 കിട്ടുന്നത് സെവൻത്ത് ടേം ആണ്. സെവൻത്ത് ടേം 7 + 5 കോമൺ ഡിഫറൻസ് 7 + 5 12th ടേം. അപ്പോൾ പൊസിഷൻ
ആൻഡ് ടേം ഒരു റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടേം ആൻഡ് ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. നോക്കാം. അതായത് സബ്ട്രാക്റ്റിംഗ് ഫസ്റ്റ് ടേം ഫ്രം എ ടേം. നോക്കാം. 1, 11, 21, 31, 41 etc. is an arithmetic sequence. We know its common difference is 10. അപ്പോൾ ഇനി നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 11 minus 1 we get 10. 10 is equal to common difference D. Next one, third term minus first term. Subtracting first term from third term 21 minus 1 we get 20 equal to 2 into 10 20. That is 2 common difference 2D. Next, fourth term minus first term. Fourth term is 31 minus first term 31 minus 1 equal to 30. That is equal to 3 common difference 3 into 10 3D. Next, fifth term minus first term. Fifth term is 41. 41 minus 1 40. 41 minus 1 40. 40 is 4 into 10. നമുക്ക് 4 കോമൺ ഡിഫറൻസ് കിട്ടും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേം ആൻഡ് എനി ടേം വി ഗെറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് common difference 1D, 2D, 3D, 4D etc. So when subtracting first term from any term, first term ഏതൊരു ടേമിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ. നൗ വി ആർ സബ്ട്രാക്റ്റിംഗ് എനി ടേം. നോക്കാം നമുക്ക്. 1, 11, 21, 31, 41 etc. is an arithmetic sequence, common difference 10. Difference between any two terms, fourth term and second term. Fourth term minus second term, which is fourth term here 31 minus second term 11. 31 minus 11 we get 20. 2 common difference 2 into 10 20 2D. Next, sixth term minus third term. Sixth term is 51 minus third term 21. We get 51 minus 21 30. 3 into 10 3 common difference or 3D. അടുത്തത് സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം. സെവൻത്ത് ടേം ഈസ് 61. 61 മൈനസ് തേർഡ് ടേം 21. 61 മൈനസ് 21 we get 40. 40 is equal to 4 into 10. That is 4 common difference 4D. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇനി ഏത് മൾട്ടിപ്പിളാണ് വരുന്നതെന്ന് നോക്കിക്കോളൂ. ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം 4 മൈനസ് 2 2D. 2 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ സെക്കൻഡ് മൾട്ടിപ്പിൾ. അടുത്തത് സിക്സ്ത് ടേം മൈനസ് തേർഡ് ടേം 6 മൈനസ് 3 3 ടൈംസ് കോമൺ ഡിഫറൻസ്. സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം 7 മൈനസ് 3 4 കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ റിലേഷൻ മനസ്സിലായിട്ടുണ്ട്. കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാണ് നമുക്ക് ഏത് രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നു. അതായത് ഇതിനെ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് പറയാം. 31 മൈനസ് 11 എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്. ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു നോക്കൂ 2 ഇൻറ്റു ഡി. 2 എങ്ങനെയാണ് കിട്ടിയത്? 4 മൈനസ് 2 4 മൈനസ് 2 ഇതിനെ നമുക്ക് പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയാം. 6 മൈനസ് 3 പൊസിഷൻ ഡിഫറൻസ്. 7 മൈനസ് 3 ആ ടേംസിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ 7 മൈനസ് 3 4 ആണ്. അപ്പോൾ 4 കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ടത് ഏത് രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസിനെ അതിൻ്റെ തന്നെ പൊസിഷൻ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ടേം ഡിഫറൻസ് സിക്സ്ത് ടേം മൈനസ് തേർഡ് ടേം ഈസ് 51 മൈനസ് 21. ദിസ് ഈസ് ടേം ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. 30 എന്ന് പറയുന്നത് ആ ടേംസിൻ്റെ പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 3 ആണ്. 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നോക്കാം അതെന്താണ്, അതിനെ എങ്ങനെ പറയാം.
പൊസിഷൻ ഡിഫറൻസ് ആൻഡ് ടേം ഡിഫറൻസ് റിലേഷൻ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ പറയാമെന്ന് നമുക്ക് മനസ്സിലായി. The difference between any two terms of an arithmetic sequence is a multiple of its common difference. എക്സാമ്പിളിലൂടെ പോകുന്നു. 7th ടേം മൈനസ് 3rd ടേം 61 മൈനസ് 21. ഇതിന് നമ്മൾ എന്ത് പറയും? ടേം ഡിഫറൻസ്. എത്രയാണ് അത് കിട്ടിയിരിക്കുന്നത്? 40. ആൻഡ് ദിസ് 40 ഈസ് ഈക്വൽ ടു 4d ബിക്കോസ് d ഈസ് ഈക്വൽ ടു 10 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് 10 കിട്ടി. അപ്പോൾ 4d പറയാം. ഈ 4 എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ പറഞ്ഞത്? 7 മൈനസ് 3 പൊസിഷൻ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 61 മൈനസ് 21 ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 4. കാരണം നമുക്കിവിടെ 40 ഈസ് ഈക്വൽ ടു 4d എന്ന് എഴുതാം. അപ്പോൾ d ഈസ് ഈക്വൽ ടു 40 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 61 മൈനസ് 21 ബൈ 4 എന്നത് അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ്. 7 മൈനസ് 3. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ഇങ്ങനെ എഴുതാം. d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എനി ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ടേംസിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളാണ്. ദി തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 7 ആൻഡ് ഇറ്റ്സ് 8th ടേം ഈസ് 22. ഫൈൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. തേർഡ് ടേം തന്നിട്ടുണ്ട്, 8th ടേമും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഏതൊക്കെയാണ് ടേംസ്? 8th ടേം ആൻഡ് 3rd ടേം. സോ 8th ടേം മൈനസ് 3rd ടേം ബൈ ഇറ്റ്സ് പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 3. ഇനി നമുക്ക് ആ 8th ടേമും 3rd ടേമും ഇവിടെ എഴുതാം. ആ നമ്പേഴ്സ് ഏതാണ്? 8th ടേം 22 മൈനസ് 3rd ടേം 7. 22 മൈനസ് 7 ബൈ 8 മൈനസ് 3 5. 22 മൈനസ് 7 15. 15 by 5 equal to 3. We get common difference is equal to 3. Okay. In second question. The 5th term of an AS is 38 and 9th term is 66. Question A. Find common difference. B. What is its 25th term? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ഏത് ടേം വേണമെങ്കിലും കാണാം. അപ്പോൾ നമുക്കിത് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, പിന്നെ 25th ടേമും കാണാം. നോക്കാം. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഏതൊക്കെ ടേംസാണ്? 9th ടേം, 5th term. 9th term is 66. 66 minus 5th term 38. 66 minus 38 by position difference 9 minus 5. We get 28 by 4 equal to 7. Common difference നമുക്ക് കിട്ടി 7. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഏതാണോ ടേം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കണ്ടുപിടിക്കാം. ഇവിടെ 25th ടേം ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 25th ടേം ഈസ് ഈക്വൽ ടു 2 ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. 5th ടേമും ഉണ്ട്, 9th ടേമും ഉണ്ട്. നമുക്ക് കാൽക്കുലേഷൻ ഏറ്റവും ഈസി ഏതാണോ അതെടുക്കാം. നോക്കാം. ഇവിടെ 5th ടേമിൽ നിന്ന് 25th ടേമിലേക്ക് എത്ര കോമൺ ഡിഫറൻസ്? 5 + 20 ഈക്വൽ ടു 25. 5th term plus 20 common difference. So 5th term substitute ചെയ്യാം. 38 plus 20 common difference 20 into 7. കോമൺ ഡിഫറൻസ് നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. സോ 20 into 7. അത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന എന്താ നോക്കൂ. ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. സോ 38 plus 20 into 7 140. 38 plus 140 equal to 178. This is 25th term. ഇത് നമ്മൾ 5th ടേമിൽ നിന്ന് 20 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ഇത് തന്നെ നമുക്ക് 9th ടേമിൽ നിന്നും പോകാം. 9th ടേമിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് 25th
അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ഒന്നുകൂടെ ഈസി. 5th ടേം പ്ലസ് 20 ചെയ്യാനായിരിക്കും. ബിക്കോസ് 20 × 7. അതുപോലെ തന്നെ ടേം ഇനി എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കാനും ഈസി ഈ നമ്പർ എടുക്കുന്നതായിരിക്കും. ഓക്കെ.